പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ നല്ല നാളേക്ക് വേണ്ടി സമ്പാദിക്കാം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രൊഫസർ കെ.വി. തോമസ് വിദ്യാധനം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നല്ല നാളേക്ക് വേണ്ടി സമ്പാദിക്കാം എന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ട വിതരണം ആരംഭിച്ചു. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാം ഘട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1350 വിദ്യാർത്ഥികൾക്ക് പണം സൂക്ഷിക്കാനുള്ള കുടുക്കുകളും അതിൽ കുറച്ച് പൈസയുമായാണ് നൽകിയത്. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് നടപ്പിലാക്കുന്ന ഒരു പ്രമുഖ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും ഒന്നാം നമ്പർ ബാങ്ക് എന്നുള്ള നിലയിൽ അവരുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാവുന്ന ഒരു കാര്യം. ഈ അക്കൗണ്ടിൽ ബന്ധപ്പെടുന്ന ചേരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ ഒരാളെ കൂടി പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിട്ടുള്ള ജൻധൻ പദ്ധതിയുണ്ട്. ഇന്ത്യയിലാകെ ചെറിയൊരു പ്രീമിയം 20 രൂപയ്ക്ക് രക്ഷിതാക്കൾക്ക് 2 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാവുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അത് ബാങ്കിനോട് ഞാൻ നടത്തുന്ന അഭ്യർത്ഥന, മാഷ് ഇത്രയും കാര്യം ചെയ്തപ്പോൾ പിന്നെ മാഷയുടെ നിലയിൽ ഇതും കൂടി ഏൽപ്പിക്കുന്നത് ശരിയല്ല. ആ പ്രീമിയത്തിൻ്റെ കാശ് 1000 കുട്ടികൾ ചേർന്നാൽ 1000 കുട്ടികളുടെ ജൻധൻ പദ്ധതിയിലുള്ള പ്രീമിയത്തിൻ്റെ പണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടി എടുത്താൽ 2 ലക്ഷം രൂപയുടെ കവറേജ് എന്ന് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാകാവുന്ന പരിക്ക്, വീഴ്ച, ഒടിവ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്കുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു ആശ്വാസധനമാണ്. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ കൂടി ഈ കുട്ടികളെ അംഗമാക്കി ചേർക്കാനുള്ള ഒരു നിലപാടിനെ കുറിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലോചിക്കണം സീരിയസ് ആയി എന്ന് വളരെ ആദരപൂർവ്വം അതിൻ്റെ അധികാരികളുടെ മുമ്പിലാണ് ഞാൻ എൻ്റെ ഈ നിർദ്ദേശം സമർപ്പിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ കെ.വി. തോമസ് സ്വാഗതം പറഞ്ഞു. ഇന്ത്യയുടെ ബാങ്കാണെങ്കിൽ കേരള ബാങ്ക് കേരളത്തിൻ്റെ ബാങ്കാണ്. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഗോപി കൊട്ടമുറിയോട് സംസാരിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി ബ്രാഞ്ചിൻ്റെ അവിടുത്തെ 5 വർഷം തികഞ്ഞതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കേരള ബാങ്കിനെയും പങ്കാളിത്തം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ MP KP ധനപാലൻ, മുൻ MLA MA ചന്ദ്രശേഖരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. നഗരസഭാ ഉപാധ്യക്ഷൻ MJ രാജു, പ്രതിപക്ഷ നേതാവ് TV നിധിൻ, വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ KJ ഷൈൻ, കൗൺസിലർ EG ശശി, NM പിയേഴ്സൺ, PSM അഷ്റഫ്, MJ വിനു, AS സിനി, SV വീണ, രേഖ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.